ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ കാണുന്ന കാറ് 35 ദിർഹത്തിന് ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുതന്നെയാണ്. നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങണം, അങ്ങനെ ഇത് വരുന്നതിൻ്റെ തലേന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുതന്നെയാണ്. അന്നേരം ഞാൻ അതിനെ വലിയ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ മോൻ ഇതെടുത്ത് കളിക്കുന്ന കണ്ടേരാന്ന് ഞാനും ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചേ. സംഭവം ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡിങ് ക്വാളിറ്റി വേറെ തന്നെ എടുത്ത് പറയേണ്ട നല്ല ഉറപ്പുള്ള സ്റ്റീൽ ബോഡിയാണ് ഈ സംഭവം. ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക്കാണ്. അല്ല, സ്റ്റീലാണോ എന്നെനിക്കറിയില്ല, പക്ഷേ സ്റ്റീൽ പോലെ ഉണ്ട് തൊടുമ്പോൾ. നല്ല വെയിറ്റും ഉണ്ട് സംഭവം. ചൈനക്കാരെ കണ്ടുപിടുത്തം വേറെ ലെവൽ തന്നെ. ഇത്രയും ചെറിയ കാറിൽ 2 ഡോറും നമുക്ക് തുറക്കാൻ പറ്റും. കണ്ടാ, ഈ ഡോറും ആ ഡോറും സൂപ്പറായിട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കാറെല്ലാം എങ്ങനെ ഡിസൈൻ ചെയ്യുക അതുപോലത്തെ ഇൻറ്റീരിയറിലാണ് ഇവരാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ക്യാമറേൻ്റെ പരിമിതി കൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഏകദേശം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് വീണ് തവിട് പൊടിയാവുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. കാരണം അത്രയും ഉറപ്പുണ്ട്. കലിയും വരില്ല, നിലത്ത് പിള്ളേർ എടുത്ത് എറിഞ്ഞാലും പൊട്ടിപ്പോവില്ല. 100-150 ദിർഹത്തിനല്ലാന്ന് ഞാൻ പണ്ട് കാറ് മേടിക്കൽ. അത് റിമോട്ടുള്ളതും റിമോട്ടില്ലാത്തതും പറക്കുന്നതും പറക്കാത്തതെല്ലാം. പക്ഷേ അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോ ഉള്ള ലഗേജിൽ സ്പേസ് കളയൽ മാത്രമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലത്തെ ഒരു ചെറിയ കാറ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാകില്ലേ, അത് മതി. കുട്ടിക്ക് ഇഷ്ടപ്പെടും, കാരണം അനക്ക് പോലും ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ കാറിന് ഏടിയോ പിടിച്ചിട്ട് എന്തോ തിരിച്ചു കഴിഞ്ഞാൽ സൗണ്ടും ലൈറ്റെല്ലാം വരുന്നതെന്നൊരു തോന്നലുണ്ട്. കാരണം അതിന് ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വെയിറ്റും ഉണ്ട്. ബാറ്ററീൻ്റെ എന്തെങ്കിലും സെറ്റപ്പും കാണുന്നുണ്ട് അടിയിൽ. പക്ഷേ അതെന്ത് ചെയ്താലാന്ന് അങ്ങനെ ആവുമോ എനിക്കറിയില്ല. കുറച്ച് നേരം എടുത്തിട്ട് നോക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പിന്നെ അത് തിരിച്ചിട്ട് മോന് കൊടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞ് അതെടുത്തിട്ട് മുറ്റത്തോട്ട് ഓടിക്കണം. ഞാനങ്ങനെ ഓൻ്റെ ഒപ്പരോ ഓൻ്റെ ബാക്കിൽ തന്നെ മുറ്റത്ത് പോയി. മുറ്റത്ത് പോയാലോ അവിടെ അങ്ങ് കംപ്ലീറ്റ് ജെല്ലിക്കല്ല. ഓൻ അതെടുത്തിട്ട് ഫസ്റ്റ് തന്നെ 2 ഒരക്കെല്ലാം കുറച്ച് അയവ തീർന്ന് സാധനം തീർന്ന് എന്നാന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ അല്ല, അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് അതിനൊരു പൊടി പോലും ആയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഇതിനെപ്പറ്റി പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇത് ഏത് കമ്പനി ആരുണ്ടാക്കിയിട്ട് പോയാന്നൊന്നും അറിയില്ല. ഇതൊന്ന് കാറിലിട്ടെ, കാറിലൊന്ന് ഇട്ടെ. വടിയാ? അയ്യോ, വടി ഇട്ടിട്ടുണ്ടോ കാറിൽ? ഡോറ് തുറന്നിട്ട് വടിയും കളിയാട്ടെ. സെറ്റ്. പക്ഷെ സംഭവം അവസാനം കത്തിച്ച് ഇവിടെ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് വലിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അടിപൊളി അടിപൊളി. അങ്ങനെ അവസാനം ആ കാറിൻ്റെ ലൈറ്റ് ഓണായി, സൗണ്ടും കേട്ട്. ഇത്രയും ചെറിയ കാറിന് ഇത്രയും വലിയ സെറ്റപ്പ് സൂപ്പറായിന്. ആ ഒരു വൈബിൽ മഴയത്ത് പുറത്ത് പോയിട്ട് ഈ കാറിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് പിന്നെ കാണാം.